ഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ. ഇതിൽ ഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക് ആദ്യം നോക്കാം. അതിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് 8/10 എന്നൊക്കെ പറയുന്ന ഒരു മോഡൽ വരികയാണ്. P/Q എന്നുള്ളൊരു മോഡൽ വരികയാണെങ്കിൽ അതിനാണ് ഫ്രാക്ഷൻ എന്ന് പറയുക. അതിൽ മുകളിൽ നിൽക്കുന്ന ഭാഗത്തെ അപ്പർ മോസ്റ്റ് ന്യൂമറേറ്റർ എന്നും താഴെ ഡിനോമിനേറ്റർ എന്നും പറയാവുന്ന. അതിലിപ്പോൾ 3 ടൈപ്പ് ഉണ്ട് ഫ്രാക്ഷൻ: സിമ്പിൾ ഫ്രാക്ഷൻ, ഡെസിമൽ ഫ്രാക്ഷൻ, കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ. ഈ സിമ്പിൾ ഫ്രാക്ഷൻ തന്നെ 3 ടൈപ്പ് ഉണ്ട്: പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ. ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നാൽ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടും ചെറുതായിരിക്കും. ഡിനോമിനേറ്ററിനെക്കാട്ടും ചെറുതായതുകൊണ്ട് തന്നെ ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ വാല്യൂ എപ്പോഴും 1 നിന്ന് ചെറുതായിരിക്കാനാണ്. ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. >1 ആയിരിക്കും. >1 ആയിരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പർ ഫ്രാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അത് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ ചെറുതായിരിക്കും. അവിടെ എക്സാമ്പിളായിട്ട് 5/4, 8/4, 7/6, 11/6 അങ്ങനെ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ എക്സാമ്പിൾ പോലെ തന്നേ ഉള്ളൂ. ഇനി ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എല്ലായ്പ്പോഴും ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഇനി മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആൾവേസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തരുന്നത് 1 + 1/4, 2 + 2/4, ഇത് 1/2. ഇവിടെ പ്ലസ് എന്നുള്ള ഒരു വാല്യൂ ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ 2.5, 1/4 എന്നൊക്കെ പറയുന്നതിന് പകരം 1 + 1/4 എന്നാണ് ഇതിന് ശരിക്കുള്ള വാല്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേണം നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഈ 4നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഈ 1 കൂട്ടിയാൽ മതി. അതായത് ഇവിടെ 4 × 1 + 1/4 എന്ന് വരും. അപ്പോൾ ഇവിടെ 4 + 1 എന്ന് വരും, 5/4. ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. അതായത് എന്താണ് ഫ്രാക്ഷൻ, എന്താണ് അത്, എത്ര ടൈപ്പ് ഉണ്ട്, പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സ്ഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ,